നമ്മളൊരു ബിൽഡിംഗ് ഒരു റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റൂമിന് പ്രോപ്പറായിട്ട് അകത്ത് കയറാനും പുറത്ത് കയറാനും കാറ്റിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കാറ്റ് അകത്ത് കയറി പുറത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒരു അടഞ്ഞ മുറി ഉണ്ടാക്കി ഒരു സൈഡ് മാത്രം ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനകത്തേക്ക് കാറ്റ് കയറില്ല. അതുപോലെ തന്നെ കാറ്റ് അടിക്കുന്ന ഡയറക്ഷൻ, അപ്പം നമ്മൾ വീടിൻ്റെ ഓറിയൻറ്റേഷൻ, വീടിനെ വയ്ക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ നോക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് ചെങ്കല്ല് കാണുന്ന രീതിയിൽ പണിഞ്ഞിട്ടുള്ള വീടുകൾ, അതുപോലെ ചുടുകട്ട, അതുപോലെ തന്നെ മഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീടുകൾ, AC ബ്ലോക്ക് വെച്ച് ചെയ്തിട്ടുള്ള വീടുകൾ, ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം അത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങൾക്കും ഇതിനൊരു നല്ല ഒരു ചെറിയ വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻ്റ് ഉള്ള ഒരു വാട്ടർ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തു നിന്നുള്ള ഒരു കൂളർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ആ വെള്ളത്തിനകത്ത് നിന്നുള്ള തണുപ്പ്, ഒരു ഇവാപറേറ്റീവ് ഇത്തിരി ചൂടായിട്ടിരിക്കുന്ന ഒരു റൂമിനെ എയർ കണ്ടീഷൻ ചെയ്ത് തണുപ്പിക്കുന്നതിനേക്കാൾ സുഖമാണ്. കമൻറ്റ് ചെയ്യുക. കാരണം വീട് ഉണ്ടാക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസ് കേൾക്കുന്നത് നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവും. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നല്ല രീതിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണത്. കാരണം നമുക്ക് ഏതൊക്കെ രീതിയിൽ ബഡ്ജറ്റഡായിട്ട് ചൂട് കുറയ്ക്കാം എന്നുള്ളത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീട്ടിൽ എത്രത്തോളം ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ ആഡുകളും പരസ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ഒത്തിരി പ്രൊഡക്റ്റുകൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്തൊരു വീടിനകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാല്ലാതെ വേറൊരു പ്രൊവിഷൻ നമുക്കില്ല. പക്ഷേ നമ്മൾ പുതിയൊരു വീട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീടിനകത്ത് ജനറേറ്റ് ആവാൻ ചാൻസ് ഉള്ള ചൂടിനെ, അതായത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിനെ നമുക്ക് നല്ല രീതിയിൽ ഒരു 10-20-30% നമുക്ക് ആ ചൂടിനെ കുറയ്ക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആഗ്രഹിച്ചിട്ടും ആറ്റിക്കലാണ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂടിനെ പറ്റി പറയുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് തന്നെ, കേരളത്തിൽ വീടുണ്ടാക്കുന്ന ആളുകൾ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ പൂർവികർ നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീടുകൾ, ഉദാഹരണത്തിന് 4 കെട്ട്, ഏകശാല, ദ്വിശാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക നമ്മുടെ റെസിഡൻഷ്യൽ ബ്ലോക്കുകളും അതിൻ്റെ ഓറിയൻറ്റേഷനും അതൊരു പറമ്പിൽ എവിടെ വെക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ എപ്പോൾ വിട്ടോ അതിനുശേഷമാണ് നമുക്ക് എന്താ പറയുക മൊത്തത്തിൽ ചൂട് കൂടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് സിമെൻ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൂടെയാണ് നമുക്ക് ഈ ചൂട് കൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക. നമ്മളപ്പോൾ ഒരു റിയൽ പെർസ്പെക്റ്റീവ് ഉള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇതിലെ പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമെൻ്റ് ഒഴിവാക്കിയുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിമെൻ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ വീട്, അതായത് 10, 50, 60, 100 വർഷമൊക്കെ പഴക്കമുള്ള വീടുകൾ നമ്മളിപ്പോഴും നല്ല രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയേ പറ്റൂ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അത്രയും ചൂട് തീർച്ചയായിട്ടും 50-100 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മുടെ ചെറുപ്പകാലത്താണെങ്കിൽ പോലും നമുക്കറിയാം ഇന്നത്തെ ഒരു ചൂട് എന്ന് പറയുന്നത് നല്ല ചൂട്. നമ്മുടെ ചെറുപ്പകാലത്ത് പോലും അത്ര ചൂട് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്താലും 50-100 വർഷം പഴക്കമുള്ള വീട് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ നല്ല ക്ലൈമറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ തിരിച്ചു ആലോചിക്കാം. കാരണം നമുക്കറിയാം ഇപ്പോൾ ഉള്ളൊരു ചൂട് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവർ ഇത്രയും എന്താ പറയുക കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്തരത്തിലുള്ള ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ പഠിച്ച് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ കൺസ്ട്രക്ഷനിലേക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ബഡ്ജറ്റഡ് ആയിട്ടുള്ള ടിപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പണി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് കോസ്റ്റ് ഒന്നും നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റുകളിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മളാണെങ്കിൽ പോലും ചൂട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ബിൽഡിങ്ങിനകത്ത് നല്ല രീതിയിലുള്ളൊരു എയർ മൂവ്മെന്റ് കൊണ്ടുവരണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചൂടെടുത്ത് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പോലും ചെയ്യുന്നത് എന്താ, കറണ്ട് ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ നമ്മളൊരു വിഷയെടുത്ത് വീശും, അല്ലെങ്കിൽ നമ്മൾ ഫാൻ ഇടും. എപ്പോഴും ഈ ചൂട് എന്ന് പറയുന്നത് കൂടിയ ചൂടുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ചൂടുള്ള സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസിലാണ് ഈ എയർ മൂവ്മെന്റുകളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ അത്രയും സയൻസിലേക്കൊന്നും പോകണ്ട. നമ്മളെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബിൽഡിംഗ്, ഒരു റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആ റൂമിന് പ്രോപ്പറായിട്ട് അകത്ത് കയറാനും പുറത്ത് കയറാനും കാറ്റിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കാറ്റ് അകത്ത് കയറി പുറത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒരു അടഞ്ഞ മുറി ഉണ്ടാക്കി ഒരു സൈഡ് മാത്രം ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനകത്തേക്ക് കാറ്റ് കയറില്ല. അതുപോലെ തന്നെ കാറ്റ് അടിക്കുന്ന ഡയറക്ഷൻ, അപ്പോൾ നമ്മൾ വീടിൻ്റെ ഓറിയൻറ്റേഷൻ, വീടിനെ വയ്ക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ നോക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു പറമ്പിൽ നല്ലൊരു എയർ മൂവ്മെൻ്റ് ഒക്കെ വരുന്ന ഒരു സ്ഥലം, ആ ഒരു ഓറിയൻറ്റേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെക്കുക. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കൂടെ കാറ്റ് കയറി പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ എൻട്രിയിൽ ഒരു ഓപ്പണിംഗ് വേണം. അതുപോലെ തന്നെ അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റോ നിയർ ബൈ ആയിട്ടൊക്കെ കുറച്ച് ഓപ്പണിങ്ങുകൾ വേണം. തീർച്ചയായിട്ടും ഈ ഓപ്പണിങ്ങിൻ്റെ സൈസുകൾക്കൊക്കെ വലിയൊരു റോളുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഓപ്പണിങ്സ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. എല്ലാ റൂമുകളും, നിങ്ങളുടെ റൂമുകൾ എന്ന് പറയുമ്പോഴേക്കും ബെഡ്റൂം മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ലിവിങ് റൂം, അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ്, അതുപോലെ തന്നെ നമ്മൾ പണിയെടുക്കുന്ന കിച്ചൺ എന്ന് പറയുന്ന സ്ഥലം, ഇതിനെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ പറമ്പാണ്, എന്താ പറയുക, ഇങ്ങനെ ഓപ്പണിംഗ് അടുത്തടുത്ത് വെക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിനകത്ത് കുഞ്ഞു കോട്ടയാടുകൾ കൊണ്ടുവരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോട്ടയാടൊക്കെ ചെയ്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും വർക്ക്, അതായത് നാച്ചുറൽ ലൈറ്റ് കിട്ടുമായിരിക്കും. വെന്റിലേഷൻ നടക്കണമെങ്കിൽ നമുക്കൊരു ഓപ്പണിംഗ് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ വെള്ളം വരാനും പാറ്റ വരാനും പ്രാണി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്പണിങ്ങുകൾ പ്ലാൻ ചെയ്യുക. വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ആ കാറ്റ് അകത്ത് കയറി പോകുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബിൽഡിങ്ങിൽ ജനറേറ്റ് ആവാൻ സാധ്യതയുള്ള ഹീറ്റിനെ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ സിമെൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെമരുമുണ്ട്, അതുപോലെ തന്നെ റൂഫും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെയിൽ അടിക്കുന്ന സമയത്ത് വെയിൽ ചൂടോടുകൂടിയാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു റൂമിനകത്ത് ഡയറക്റ്റായിട്ട് വെയിൽ ലൈറ്റ് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഫ്ലോർ ചൂടാവും. ആ ചൂട് മൊത്തം നമ്മുടെ റൂമിനകത്ത് വരും, നമുക്ക് റൂം ചൂടായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇതേ വെയിൽ നമ്മളൊരു ചെമരിലാണ് അടിക്കുന്നതെങ്കിൽ ആ ചെമര് ചൂടാവും, ആ ചെമരിൻ്റെ പുറം ചൂടാവും. ആ ചൂടായിട്ട് ആ ചൂട് അകത്തേക്കും വരാനുള്ള സാധ്യത. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ചെങ്കല്ലാണോ അല്ലെങ്കിൽ കല്ലാണോ ചുടുകട്ടയാണോ, ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഉള്ളിലേക്ക് വരുന്ന ചൂടിന് പല രീതിയിലായിരിക്കും ഉള്ളിലേക്ക് ചൂടെത്തുന്നത്. അതുപോലെ തന്നെ വീടിനകത്തേക്ക് ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റൂഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫൊക്കെ ആണെങ്കിൽ സൂര്യൻ നേരെ കോൺക്രീറ്റിൻ്റെ മുകളിൽ വന്നടിക്കും. കോൺക്രീറ്റ് ഭയങ്കര ആയിട്ട് ചൂടാവും. ആ ചൂട് താഴത്തേക്ക് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സൂര്യൻ പോയി കഴിഞ്ഞാലും കോൺക്രീറ്റ് ആയ ചൂട് രാത്രിയായി കഴിഞ്ഞാലും നമ്മളിങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ പണ്ട് കുട പിടിച്ചിരുന്ന കാര്യം ആലോചിക്കുക. കുറേ മുമ്പേ ആയിരുന്നെങ്കിൽ കുട കറുപ്പ് കളറുള്ള കുട മാത്രമായിരുന്നു. ഒരിടയ്ക്ക് വെച്ച് എപ്പോഴോ കുടയുടെ അടിയിൽ ഈ ഒരു കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ പരസ്യമൊക്കെ കണ്ടതാണ്. AC-ൻ്റെ ഉള്ളിൽ, അല്ല, നമ്മുടെ കുടയ്ക്കകത്ത് AC ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു എൻ്റെ പരസ്യം ഉണ്ടായിരുന്നത്. അതായത് കുട കറുപ്പായതുകൊണ്ട് തന്നെ ആ കറുപ്പ് മാക്സിമം ചൂടും എല്ലാം വലിച്ചെടുക്കുന്ന ഒരു സാധനം, മാക്സിമം ചൂട് അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ് ഡാർക്കർ കളർ അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറുപ്പ് കുട നമ്മൾ ചൂട് അടിയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് താഴെ ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അപ്പോൾ ആ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സിൽവർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിൽവർ നമുക്കറിയാം ഒരു ലൈറ്റർ ഷെയ്ഡ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീടിനും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, നമുക്ക് വീടിനൊരു കുട പിടിക്കാൻ പറ്റുമോ നോക്കുക. നല്ല മരങ്ങൾ അല്ല നല്ല ഷെയ്ഡിങ്ങുകൾ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വീടിനെ നമ്മൾ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് വഴി നല്ല രീതിയിൽ, അതായത് ഒത്തിരി വലിയ മരം വെച്ച് ലാസ്റ്റ് ആ മരം ബിൽഡിങ്ങിന് ഒരു ഭീഷണിയാവുന്ന രീതിയല്ല ഞാൻ പറയുന്നത്. ബാമ്പുവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാൻഡ്സ്കേപ്പിൽ ചെയ്യാൻ പറ്റുന്ന ചെടികൾ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് വെയിൽ ചെമരിലടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് മാക്സിമം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി ചെമര് ചൂടായി അകത്തേക്ക് വരുന്ന ചൂട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ടുള്ള ഷെയ്ഡിങ് ഡിവൈസുകൾ വെക്കുക, ആവശ്യത്തിന് പ്രൊജക്ഷൻ വെക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ബിൽഡിംഗ് റൂള് വെച്ചിട്ട് നമ്മളൊരു 60 അല്ലെങ്കിൽ 75 സെൻറ്റിമീറ്ററിന് പുറത്തേക്ക് നമ്മുടെ സൺഷെയ്ഡ് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഏരിയയിൽ കൂട്ടണമെന്നാണ് റൂള്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏരിയയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒത്തിരി വലിയ ഓപ്പണിംഗ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റായിട്ട് അടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സൺഷെയ്ഡ് തന്നെയാണ് നമ്മൾ ആ ഒരു എലമെൻറ്റിന് പറയുക, അല്ലേ? അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ വീടിനകത്തേക്ക് ഈ വെയിൽ ഉണ്ടാക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ചൂട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ റൂഫിംഗ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാം. നമുക്കറിയാം, പണ്ട് നമ്മുടെ വീടുകളിൽ കോൺക്രീറ്റിൻ്റെ അടിയിൽ നമ്മൾ ഈ ടെറാക്കോട്ട ടൈലുകൾ വയ്ക്കുമായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ റൂഫിൻ്റെ പുറത്ത് അവർ വീണ്ടും ഇഷ്ടികയൊക്കെ ഇട്ടതിന് ശേഷം അത് കവർ ചെയ്ത് അതിന് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നതൊക്കെ കാണാം. അപ്പം മാക്സിമം ആ വരുന്ന ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്യുക, ആ അബ്സോർബ് ആവുന്ന ചൂടിനെ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് താഴെ
താഴത്തേക്ക് ചൂട് എത്താതിരിക്കുക ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളാണ്. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല, നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വീടിനകത്ത് ഞാൻ ഈ പറയുന്ന അതായത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും വീടിനകത്ത് AC ഇട്ട പോലെ ഒന്നല്ല ഞാൻ പറയണത്. വീടിനകത്ത് സാധാരണക്കാൾ കൂടുതൽ ജനറേറ്റ് ആവുന്ന ചൂട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി, കാരണം ഇത് ചെയ്യാൻ വേണ്ടി അഡീഷണൽ കോസ്റ്റ് ഒന്നും ആവുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന വഴി നമുക്ക് ഈ ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോ ഞാൻ ഫില്ലർ സ്ലാബിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു നല്ല ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നാട്ടിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു GI ഷീറ്റൊക്കെ വെച്ചിട്ട് റൂഫ് അങ്ങ് ചെയ്തില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട പിടിക്കുന്ന പോലത്തെ പണി തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. ബിൽഡിങ്ങിനെ മുഴുവനായിട്ട് ഒരു കുട പിടിക്കുക എന്നുള്ള രീതിയിൽ പിടിക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ ജനറേറ്റ് ആവുന്ന നമുക്ക് ഹീറ്റ് അതുവഴി കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ബഡ്ജറ്റിന് കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, നമുക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ചെങ്കൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മഡ് ബ്ലോക്കുകൾ യൂസ് ചെയ്യാം, ക്ലേ ബ്ലോക്കുകൾ യൂസ് ചെയ്യാം, നമ്മുടെ ചുടുകട്ട എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ AAC ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇതൊക്കെ ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇനി പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആലപ്പുഴ ഭാഗത്ത്, പാലക്കാട് ഭാഗത്തൊക്കെയുള്ള വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ മരം വെച്ച് പണിഞ്ഞിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ഈ വീടുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടുള്ള എന്താ പറയുക, ചൂട് നമ്മൾ റേഡിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ചൂടാവുന്ന ഒരു സ്വഭാവം വളരെ കുറവാണ്. കാരണം ഇത് ബ്രീത്തബിൾ ആണ്. നമുക്ക് ഉള്ളിലുള്ള ഒരു ടെമ്പറേച്ചറിനെ ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് ചൂടാണെങ്കിലും പുറത്ത് ഇനി തണുപ്പ് വന്നാലും ഉള്ളിലൊരു സിമിലർ ആയിട്ട് സെയിം ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾക്ക് പറ്റും. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ചെങ്കല്ലോ അല്ലെങ്കിൽ ചുടുകട്ടയോ ഇനി ഈവൻ നമ്മുടെ പോറോത്തേം ബ്ലോക്കുകൾ, അതായത് നമ്മുടെ ക്ലേ ഹോളോ ബ്ലോക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഹോൾസ് ഒക്കെ നല്ല ഇൻസുലേഷൻ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതിന് പുറത്ത് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ബ്രീത്തബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ ഒക്കെ പോലത്തെ പ്ലാസ്റ്ററിങ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവേണ്ടത്. നമ്മൾ ഈ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സിമെന്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വന്നു. ഈ സിമെന്റിലേക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ വീണ്ടും സിമെന്റ് ചൂടാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇത് ഹോളോ ബ്ലോക്കുകളായതുകൊണ്ടും അല്ലെങ്കിൽ നാച്ചുറൽ ബ്ലോക്കുകളായതുകൊണ്ടും സാധാരണ ഒരു ബ്ലോക്ക്, ഒരു സിമെന്റോ കോൺക്രീറ്റോ ബ്ലോക്ക് വെച്ച് അതിനകത്ത് കൂടെ ചൂട് വരുന്ന അത്രയും ചൂട് നാച്ചുറൽ മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. പക്ഷേ അത് നിങ്ങളുടെ ബഡ്ജറ്റിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള, അതായത് ഇപ്പോൾ ചെങ്കല്ലാണെങ്കിൽ ചെങ്കല്ല് എക്സ്പോസ് ചെയ്തിട്ടുള്ള, അതായത് ചെങ്കല്ല് കാണുന്ന രീതിയിൽ പണിഞ്ഞിട്ടുള്ള വീടുകൾ, അതുപോലെ ചുടുകട്ട, അതുപോലെ തന്നെ മഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീടുകൾ, AAC ബ്ലോക്ക് വെച്ച് ചെയ്തിട്ടുള്ള വീടുകൾ, ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം അത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി ആളുകൾ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വ്യത്യാസമില്ല, വെറുതെ കോസ്റ്റ് കൂടുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അത് മണ്ടത്തരാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങൾക്കും ഇതിനൊരു നല്ല വശം വരുന്ന സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള അതായത് ഒരു അഡ്വാൻറ്റേജ് വരുന്ന സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിൽ എങ്ങനെ കിട്ടണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മൈക്രോ ക്ലൈമറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇത് ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒഴിവാക്കി കളയരുത്. അതായത് ഈ മഡ് ബ്ലോക്കിലോ ചെങ്കല്ലിലോ അല്ലെങ്കിൽ പോറോത്തേം ബ്ലോക്കിലോ അല്ലെങ്കിൽ AC ബ്ലോക്കിലോ ഒക്കെ ചെയ്തിട്ട് നട്ടപ്പൊരി വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൂട് തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള എയർ വെന്റിലേഷൻ, അത് മീൻസ് വിൻഡോ ഇതൊക്കെ വെച്ച് വെന്റിലേഷൻ ചെയ്യുന്നത്, ചെടികളൊക്കെ വെച്ച് ബിൽഡിങ്ങിനൊന്ന് നന്നായി കവർ ചെയ്യുന്നത്, റൂഫിംഗ് എന്നുള്ള ഇൻസുലേഷൻ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ വാളിൽ നിങ്ങൾ ഈ കാര്യങ്ങളോടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്സിൽ ടെമ്പറേച്ചർ എന്താണോ ഒരുപക്ഷെ അതന്നെ ആയിരിക്കാം അകത്തുണ്ടാവുക. എന്നാലും ഈ സൂര്യവെളിച്ചം അടിച്ച് നമുക്ക് ബിൽഡിങ്ങിനകത്ത് ചൂട് ജനറേറ്റ് ആവുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും. നമ്മുടെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ ലിവിങ് സ്പേസിലൊക്കെ നിങ്ങൾ പണ്ട് വന്നിരുന്നിട്ടുണ്ടാവും. ഒരു സമയം ഒക്കെ ആയപ്പോഴേക്കും നിങ്ങളുടെ മുറ്റത്ത് പേവിങ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആയിരിക്കാം. നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുമ്പോഴേക്കും താന്തൂറോ കരിങ്കല്ലോ അങ്ങനെയുള്ള ഏത് കോട്ട സ്റ്റോൺ അങ്ങനെയുള്ള ഏത് പ്രൊഡക്റ്റോ, ഇനി അതല്ലെങ്കിൽ സിമെന്റിലുള്ള ഇന്റർലോക്കുകൾ ചെയ്തിട്ടുണ്ടാവാം. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഏത് ചെയ്തിട്ടുള്ള ആളുകൾക്കും ആ സിറ്റ് ഔട്ടിൽ പിന്നീട് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായേക്കാം. കാരണം വെയിൽ ഇതിൻ്റെ മുകളിൽ അടിച്ച് ആ റിഫ്ലക്ഷൻ ചൂട് നമ്മുടെ മുഖത്തേക്കോ നമ്മുടെ വീടിനകത്തേക്കോ, ഇപ്പോൾ സിറ്റ് ഔട്ടിൽ വലിയൊരു ജനലൊക്കെ ഉണ്ടെങ്കിൽ ആ ജനലിൽ കൂടെ ചൂട് അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ എനിക്ക് അറിയാം, അത്തരത്തിൽ ഇന്റർലോക്കൊക്കെ എടുത്ത് മാറ്റിയ ആളുകളെ പോലും നമുക്കറിയാം.
അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സ്ട്രാറ്റജിക്കലി വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സണ്ണിൻ്റെ ഒരു പാത്ത്, സണ്ണിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിയതിന് ശേഷം ഇത്തരത്തിൽ നേരെ വരുന്ന റിഫ്ലക്ഷനൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് അവിടെ നമുക്ക് ഗ്രാസ് കൊടുക്കാം, അല്ലെങ്കിൽ വാട്ടർ ബോഡിയൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കും. വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മെയിൻ്റനൻസും അത് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഒരു ഗ്രാസ് കവർ കൊടുക്കാം. ഇനി ഒന്നും അല്ലെങ്കിൽ മണ്ണാണെങ്കിൽ പോലും ഈ പേവിങ്ങിൽ നിന്ന് അടിക്കുന്ന അത്രയും ചൂട് ഈ മണ്ണിൽ നിന്ന് അടിക്കില്ല. ഇനി ആ മണ്ണിൽ നിന്ന് അടിക്കുന്ന ചൂടിനെക്കാട്ടിൽ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രാസ് കവർ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പേവിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഉറപ്പായിട്ടും ഇപ്പോൾ ഹാർഡ് പേവിങ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമുക്കത് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ മരങ്ങളൊക്കെ വെച്ചിട്ട് ആ പേവിങ്, അതായത് സൂര്യൻ്റെ പാത്ത് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും അവിടെ വെയിലടിക്കാൻ സാധ്യത ഉള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഷെയ്ഡിങ് ആയിട്ടുള്ള മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടടിച്ച് വരുന്ന ആ ചൂട് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്ത പരിപാടികൾ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഓപ്പണിംഗ് ഒന്നും നമുക്ക് ഒരു രീതിയിലും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അവിടെ കേർട്ടൻസ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് നിങ്ങൾ ജനൽ ഉണ്ടാക്കി വെച്ചത് മുഴുവൻ അടച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓട്ടോമേഷനൊക്കെ വെച്ചത് ഓപ്പണൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വിൻ മൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പണിങ്സിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കേർട്ടൻസ് യൂസ് ചെയ്യാം. അപ്പോൾ അതുവഴി ഈ റിഫ്ലക്റ്റഡ് ഒക്കെ ആയിട്ട് വരുന്ന ചൂടിനെ ഈ കേർട്ടനൊക്കെ അങ്ങ് ട്രാപ്പ് ചെയ്തോളും. ചെറിയ രീതിയിൽ എയർ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചൂടും അങ്ങ് ഡിസിപ്പേറ്റ് ചെയ്ത് പൊക്കോളും. അതുപോലെ തന്നെ ഈ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അതിനൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു എക്സാമ്പിളാണ്, പണ്ട് നമുക്കറിയാം ഈ ഫ്ലാറ്റ് സ്ലാബുള്ള വീടുകളിലൊക്കെ ചൂട് കാലത്ത് ടെറസിൻ്റെ മുകളിൽ വെള്ളം നിറച്ച് വെക്കും, റൂഫ് ചൂടാവുന്നത് കുറയ്ക്കാൻ. അത് പകല് അതിൻ്റെ എഫക്റ്റിനേക്കാൾ രാത്രിയാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുക. കാരണം ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള വീടുകൾ ഡയറക്റ്റ് സ്ലാബ് ചൂടാവും, രാത്രി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ചൂടുകാറ്റായിരിക്കും വരിക. ഇത്തരത്തിൽ വെള്ളം നിർത്തി വെക്കുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും ഇത് തണുത്തിട്ട് നമുക്ക് താഴത്തേക്ക് കൂൾ എയർ കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് വഴി വീട്ടിൽ ലീക്ക് വന്നിട്ടുള്ള ഒത്തിരി ആളുകളും ഉണ്ട്. കാരണം ഈ സ്ലാബിൽ വെള്ളം നിർത്തി സ്ലാബ് ലീക്കായി പ്രശ്നം വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതായാലും ഇത്തരത്തിലുള്ള സ്പ്രിംഗ്ലിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയും. നമ്മുടെ ഇത്തരത്തിലുള്ള ഓപ്പണിങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഒരു ചെറിയ വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻ്റ് ഉള്ള ഒരു വാട്ടർ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തു നിന്നുള്ള ഒരു കൂളർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ആ വെള്ളത്തിനകത്ത് നിന്നുള്ള തണുപ്പ്, ഒരു ഇവാപ്പറേറ്റീവ് കൂളിംഗ് നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആളുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്തോ വീട് നിർമ്മിക്കുന്ന സമയത്തോ ഈ കാര്യങ്ങളൊന്നും ഒരാളും ശ്രദ്ധിക്കില്ല. ഏതെങ്കിലും ഒരു പ്ലാൻ എങ്ങനെയെങ്കിലും അതിനകത്ത് വിൻഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും, അത് ഏതെങ്കിലും രീതിയിൽ പണിഞ്ഞു തീർക്കുക എന്ന് പറയുന്ന രീതിയിലായിരിക്കും. കാരണം ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ഈ രീതിയിലായിരിക്കും വീട് ചെയ്യുക. ആ വീടിനകത്ത് താമസിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്. നോട്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീടിനകത്ത് ചൂട് കുറയ്ക്കാൻ പറ്റും. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നിന്നുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് പുറമെ നമുക്ക് എയർ കണ്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവാക്കി മാറ്റാൻ പറ്റും. കാരണം ഒത്തിരി ചൂടായിട്ടിരിക്കുന്ന ഒരു റൂമിനെ എയർ കണ്ടീഷൻ ചെയ്ത് തണുപ്പിക്കുന്നതിനേക്കാൾ സുഖമാണ് ഇത്തരത്തിൽ ചൂട് വരാതെ ഒരു പാസീവായിട്ടുള്ള ഫോർമാറ്റിൽ ഇരിക്കുന്ന റൂമിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എയർ കണ്ടീഷൻ വെച്ചിട്ടായാലും കൂൾ ചെയ്യിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ചൂടുകാലത്ത് വീട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിന്ന് സംസാരിച്ച ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ യൂസ്ഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ വന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിലധികം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം വീട് ഉണ്ടാക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസ് കേൾക്കുന്നത് നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.